ഇന്നത്തെ ടോപ്പിക് ഡെസിമൽ ആൻഡ് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ ഓൺ ദെൻ പാർട്ട് 5 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം കഴിഞ്ഞില്ലേ, ഒരു 5 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസോ ഡിസ്കസ് ചെയ്ത് കഴിയണം കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ₹4 is ₹1.50. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ₹4 is 1.50. ഓക്കെ, ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് 1.50 ഡിവൈഡഡ് ബൈ 4 ആണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. എങ്ങനെയാണ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഫ്രാക്ഷനെ വേണമെങ്കിൽ ഞാനൊരു x/y എന്ന് എടുത്തു വയ്ക്കാം. വാട്ട് ഫ്രാക്ഷൻ എന്ത് ഫ്രാക്ഷനാണ് വരിക? ഓഫ് പറഞ്ഞാൽ എന്താ? ഇൻറ്റു 4 ഞാനിവിടെ എഴുതി. ഇസിന് പകരം ഈക്വൽ ടു ഇവിടെ 1.50 ഇങ്ങനെയാണ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു x/y അങ്ങനെ തന്നെ വെച്ചോളൂ. ഈ ഇൻറ്റു 4 ഉണ്ടല്ലേ, ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 4 എന്നാണ് മാറുക. അതാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് 1.50 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എന്താണ് ആൻസർ വരിക? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കൂടെയുള്ള നമ്പറുകൾ എന്തൊക്കെയാണ്? 1ഉം 5ഉം അല്ലേ. അപ്പോൾ 1ഉം 5നെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.375 ആണോ? നോക്കാം. അപ്പോൾ 15ൽ 3 ടൈംസ് ഉണ്ട്. അപ്പോൾ 12 വരും, പിന്നെ 3 വരും, പിന്നെ പോയിൻ്റ് വെച്ചു, ഇവിടെ 0 ചേർത്തി, 7 വന്നു, 28, ബാലൻസ് 2, ഇവിടെ 5 എഴുതി, ഇവിടെ 0 എഴുതി, ഇവിടെ 5 എഴുതി. കറക്റ്റ് 3.75 അല്ലേ? പക്ഷേ നമ്മളുടെ അടുത്ത് ഡെസിമലായിട്ട് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യണം. നമ്മളോട് അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. ഫ്രാക്ഷൻ എന്ത് വരും എന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഫ്രാക്ഷൻ 1ൻ്റെ താഴെ 1 എന്ത് വരും എന്നതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മേലെ ഈ 1.50നെ നമുക്ക് 158 മാറ്റിയെടുക്കണം. എങ്ങനെ മാറ്റിയെടുക്കാം? ഇല്ലെങ്കിൽ ഈ പോയിൻറ്റിനെ കളയണം. നമുക്ക് എങ്ങനെ കളയാം എന്ന് നോക്കുമ്പോൾ ഈ പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ഉണ്ടാകും. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. മേലെയും താഴെയും ഈ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത് കാരണം നമുക്ക് വാല്യൂ ഒന്നും മാറാൻ പോകുന്നില്ല. എന്ത് കാരണം? 100നെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയും ചെയ്തു, ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് വാല്യൂ മാറില്ല. ഓക്കെ, പേടിക്കാതെ ചെയ്യാം. സോ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100. സോ 1.50നെ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 വരും. ഇതെങ്ങനെ വന്നു? 15 ഉണ്ട്, അതിനെ 2 സൈഫർ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 1500 വന്നു. പോയിൻ്റ് ശേഷം ഇവിടെ 150 അല്ല, വെറും 15 കേട്ടോ. ഇനി 115 അല്ല, 15 ആണ് വരിക. സോ നോക്കൂ, അല്ല സോറി, 115 വരെ വരുള്ളൂ കേട്ടോ. എന്താ റീസൺ വെച്ചാൽ 1.5 ഇവിടെ ഒരു 0 കൂടി ഉണ്ട്. അപ്പോൾ നോക്കൂ, പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ഉള്ളത് കാരണം നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ചെയ്ത് വരുമ്പോൾ 150 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് ഇവിടെ 15ൻ്റെ കഴിഞ്ഞ് 3 സൈഫറാണ് വരിക. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 150നെ 100 കൊണ്ട്. ഇനി നമ്മളിവിടെ പോയിൻ്റ് ഉണ്ടല്ലോ, 2 പോയിൻ്റ്, ഇത് ക്യാൻസലായി 150 എന്ന് വന്നു. ഡിവൈഡ് 4 ഇൻറ്റു 100 400. ഇനി 150ഉം 400നെയും നമ്മൾ കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കണം എന്ന് വെച്ചാൽ ഈ 0 ക്യാൻസലായി, 15 ഡിവൈഡഡ് ബൈ 40. 15ൽ 5 എന്ന് പറയുന്നത് 3 തവണയുണ്ട്.
40-ൽ 5 പറഞ്ഞത് 8 തവണയുണ്ട്. സോ ഫ്രാക്ഷൻ എങ്ങനെയാണ്? 3/8. ഓക്കെ ആണോ? ഇത് രണ്ടും ഏതിൻ്റെ ടേബിളിൽ വരുന്ന ആദ്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ടേബിൾ അറിയണം. 1 തൊട്ട് 20 വരെ ഉള്ള ടേബിളുകൾ അറിഞ്ഞാൽ തന്നെ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് 5ൻ്റെ ടേബിൾ 15 വരും 40 വരും. അതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 3 5 15, 8 5 40. സോ 3/8 എന്ന് എഴുതാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ടേബിൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ടേബിൾ 16ൻ്റെ ടേബിളാണ് കേട്ടോ. 20ാമത്തെ ക്വസ്റ്റ്യൻ. 61 ഡിവൈഡഡ് ബൈ 10,000 can be changed into decimal. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇതാണ്. ചെയ്തിട്ട് പറയൂ എത്രയായിരിക്കും ആൻസർ. മാം സെക്കൻഡ് വൺ ആണ്. മാം തേർഡ് വൺ അല്ല, ഇവിടെ ഓപ്ഷൻ 4 ആണിത്. അപ്പോൾ ആൻസർ ഏതാ? 4 ആണോ? 4 ആണ്. യെസ്, കറക്റ്റ്. സൂപ്പർ ദയ, താങ്ക് യു ദയ. ഒന്നാമത്തത് ഇങ്ങനെ എനിക്ക് ആൻസർ കിട്ടണം. നിങ്ങൾ ബാക്കി 2 പേരും ഒന്നും മിണ്ടാതെ ഇരുന്നോളൂ ഇങ്ങനെ കേട്ടോ. ഇപ്പോൾ 61 ഡിവൈഡഡ് ബൈ 1ൻ്റെ ശേഷം എത്ര സൈഫർ ഉണ്ട്? 4 സൈഫർ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പോയിൻ്റ് ശേഷം 4 ഡിജിറ്റ് വേണം. അങ്ങനെ ഏത് ഓപ്ഷൻ നോക്കുമ്പോൾ ഈ ഓപ്ഷനിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് തന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ 4 കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ 21. ദ പ്രോഡക്റ്റ് ഓഫ് 2 decimals is 14.837. If 1 decimal is 4.01, what is the other decimal? മലയാളത്തിൽ പറയാം. 2 സംഖ്യേനെ ഗുണിച്ച് വരുന്ന ആൻസറാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. 2 സംഖ്യയും ഡെസിമൽ രൂപത്തിൽ ദശാംശ സംഖ്യയായിട്ടാണ് ഉള്ളത്. പക്ഷെ ആ 2 സംഖ്യയിൽ ഒരേ ഒരു സംഖ്യ മാത്രമേ തന്നിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ 4.01. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു ഡെസിമൽ എന്താണ്? സോ 4.01നെ ഇനിയൊരു ഡെസിമൽ നമുക്കറിയില്ല, അതിനെ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ 4.01നെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 14.837 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? അപ്പോൾ എക്സിന് ഇവിടെ തന്നെ വെച്ചോളൂ. ഇത് മൾട്ടിപ്ലിക്കേഷനിലാണ് ഈ 2 നമ്പറും ഉള്ളത്. ഈ നമ്പർ ഇനി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആകും. ഡിവിഷൻ വെച്ചാൽ താഴെ എഴുതണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 14,837. ഇതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ പോയിൻ്റൊക്കെ വിട്ടിട്ട് ഞാൻ എഴുതിയിരിക്കുകയാണ്. അതിനെ ഇവിടെയും പോയിൻ്റ് ഇല്ലാതെ പറയണം. സോ 401നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്താൽ എത്ര ആൻസർ വരുമെന്ന് പറയൂ. ഓപ്ഷൻസും കൂടി ഞാൻ എഴുതാം. ഇതിനൊരു എളുപ്പ
മെത്തേഡ് ഉണ്ട്. എളുപ്പ മെത്തേഡ് എന്താന്ന് പറഞ്ഞു തരട്ടെ. നോക്കൂ, ഈ രണ്ട് സംഖ്യേനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ കിട്ടാൻ പോകുന്ന ആൻസർ എന്തായാലും 37 ആയിരിക്കും. എന്താ വെച്ചാൽ എല്ലാ ഓപ്ഷനിലും നോക്കൂ അല്ലേ, എല്ലാ ഓപ്ഷനിലും 37 അല്ലേ നിൽക്കുന്നത്. ഇനി 37 ആണ് വരിക എന്നുള്ളത് നമുക്കറിയാം. ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓപ്ഷൻ അല്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പോയിന്റ് ശേഷം ഇവിടെ 3 ഡിജിറ്റും ഇവിടെ പോയിന്റ് ശേഷം 2 ഡിജിറ്റാണ് ഉള്ളത്, ഡിവിഷനാണ്. അപ്പം നമുക്ക് പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് വരണം ആൻസറിൽ? 2 അല്ല, ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്. അപ്പം 3 മൈനസ് 2 എത്രയാ? 1 ഡിജിറ്റ്. ആ, അപ്പം നമ്മളുടെ ഓപ്ഷനിൽ യെസ് 3.7 ഇതാണ് ആൻസർ. സോ എവിടെയാണോ നമുക്ക് പോയിന്റ് ശേഷം ഒരേ ഒരു ഡിജിറ്റ് മാത്രം കാണുന്നോ അതായിരിക്കും നമ്മളുടെ ആൻസർ. അതിന് പകരം നമ്മൾ ഇത് മൾട്ടിപ്പിൾ ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈമാണ്. മൾട്ടിപ്പിൾ അല്ല, ഡിവിഷൻ ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഇവിടെ വേറൊരു ചെക്ക് ഉണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വേറെ വേറെ ഓപ്ഷനാണ്. ഇപ്പോൾ 37 പകരം 345, 415 അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട്. അതേപോലെ പോയിന്റിന് ശേഷം കറക്റ്റായിട്ട് ഇപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം ഇവിടെ ശ്രദ്ധിക്കണം. ഇതിൽ പോയിന്റ് ശേഷം 3ഉം പോയിന്റ് ശേഷം 2ഉം. തീർച്ചയായിട്ടും പോയിന്റ് ശേഷം ഒരു ഡിജിറ്റേ വരാൻ, ഒരു പോയിന്റ് ശേഷം ഒരു ഡിജിറ്റേ വരാൻ പാടുള്ളൂ. അങ്ങനത്തെ ഓപ്ഷൻസ് നോക്കുക. അങ്ങനത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒന്ന് 3.07, ഇനി ഒന്ന് 0.01 അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഡിവൈഡ് ചെയ്താൽ ഇവിടെ വരുന്ന കോഷ്യൻ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോഴേ ഇതാണോ എന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ബാക്കി എല്ലാ ഓപ്ഷനിലും ഈ 3, 7 മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ. ഓക്കെ, എന്ത് ചെയ്യണം? ജസ്റ്റ് പോയിന്റ് ശേഷം ഇവിടെ 3 ഡിജിറ്റ്, പോയിന്റ് ശേഷം ഇവിടെ 2 ഡിജിറ്റ് മൈനസ് ചെയ്യുക, 1 ഡിജിറ്റേ വരുള്ളൂ പോയിന്റ് ശേഷം. അത് ഏത് ഓപ്ഷനാണോ അത് ടിക്ക് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. A drum is 2/3 full. If 50 liter more required to fill it up. How much is the capacity of the drum? A drum is 2/3 full. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2/3 പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? 23 എന്ന് എഴുതണോ, 2/3 എന്ന് എഴുതണോ, 2.3 എന്ന് എഴുതണോ? എങ്ങനെ എഴുതേണ്ടത് 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 2/3. യെസ്, കറക്റ്റ്. സോ എ ഡ്രം ഇസ് 2/3 ഫുൾ എത്ര? സോ 2/3 ഭാഗം ഫില്ലായിട്ടാണ് ഉള്ളത്. പിന്നെ ഈ 50 ലിറ്റർ മോർ റിക്വയർഡ് ടു ഫിൽ ഇറ്റ് അപ്പ്. ഇനി ഒരു 50 ലിറ്റർ ഉണ്ട് എങ്കിൽ അത് ഫുള്ളായിട്ട് ഫില്ലാവും. ഹൗ മച്ച് ഇസ് ദ കപ്പാസിറ്റി ഓഫ് ദി ഡ്രം? ഇത് പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഫ്രാക്ഷനിൽ പഠിച്ചത്. അപ്പോൾ ടോട്ടൽ പാർട്സ് എത്രയാണ് വരിക? താഴെയുള്ളതാണ് ടോട്ടൽ പാർട്സ്. അപ്പോൾ 3 പാർട്ടിൽ 2 പാർട്ട് ഫില്ലായിട്ടുണ്ട്. ഈ ഒരു പാർട്ട് ഫിൽ ചെയ്യാനാണ് ഇവർ പറയുന്നത് 50 ലിറ്റർ വേണമെന്ന്. ഈ ഒരു പാർട്ട് 50 ആണെങ്കിൽ ഇതും 50 ആയിരിക്കും, ഇതും 50 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി എത്രയായിരിക്കും? 50 + 50 100, 100 + 50 150. യെസ്, കറക്റ്റ്, 150 ലിറ്റർ. ക്ലിയർ അല്ലേ ഇത്? അടുത്തത് അവന്തികയുടെ ഒച്ചയെ കേൾക്കുന്നില്ല. ഉണ്ടോ അവന്തിക? നീ
ശരി, ഇന്നിപ്പോൾ 4 ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വൈകുന്നേരം 5 മണി തൊട്ട് 5:30 വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഓ